ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയിലിൽ വിക്രത്തിൻ്റെ അരികിലേക്കായിട്ട് രാഹുൽ വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ വിഷമിച്ച് നിൽക്കുകയാണോ നിൻ്റെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്കല്ലേ വിഷമം, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയാണ്, അതെ അങ്ങനെ തന്നെയാടാ വേണ്ടത്. നിന്നെ സ്നേഹിക്കാത്ത നിൻ്റെ അമ്മയുടെ കാര്യം ആലോചിച്ച് നീ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിന്നെ അവരിതുവരെ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പുറമുള്ള നിങ്ങളുടെ മരുമകൻ എന്ന് പറയുന്നവനാണ്. എൻ്റെ മരുമകൻ എന്ന് നീ പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അത് അയാൾ ഇപ്പോൾ എന്നെ വല്ലാതെ അങ്ങ് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചേക്കാളും അയാൾ നല്ല പുള്ളി ആവാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അതൊക്കെ അവൻ്റെ അടവാടാ. കാരണം നമ്മളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നീ ആരെങ്കിലോടൊക്കെ പറയുമല്ലോ അവൻ മാറിക്കഴിഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെ അവന് പുറത്ത് കിടക്കാമല്ലോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്ന് രാഹുൽ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അയാൾക്ക് ഇതെന്താ പറ്റിയത്, അയാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദേഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ എത്രയധികം സ്നേഹിച്ച് എനിക്ക് വെച്ച് വിളമ്പി തന്ന എവിടെ എൻ്റെ അമ്മൂമ്മ, അവരൊന്നും ഇപ്പോൾ എൻ്റെ അരികിലില്ല. അയാളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ ഇത്രയും വേഗം അമ്മ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും കൂടി ഇങ്ങനെ നമ്മുടെ വിക്രം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയാണ്, രാഹുലിനോട് വിക്രം പറയുന്നുണ്ട്, അതെ രാഹുൽ അങ്കിൾ എന്തെന്ന് വെച്ചാൽ അവനെ ചെയ്തു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ആ മനോഹരൻ ഞാൻ കൂട്ടു നിൽക്കാട്ടോ എന്ന് പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗംഗേട്ടൻ എന്തായാലും പുറത്ത് ചാടി, എനിക്കൊന്ന് പുറത്ത് ചാടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് നീ ഇപ്പോൾ പുറത്ത് ചാടിയിട്ട് കാര്യമില്ല, കാരണം ഗംഗ പുറത്ത് പോയത് കൊണ്ട് തന്നെ പോലീസ് വലവീശിയിട്ടുണ്ട്. നിന്നെ എന്തെങ്കിലും ആവശ്യത്തിൽ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ പോലീസ് അല്ലാഹത്തിൽ തന്നെയായിരിക്കും കൊണ്ടുപോവുക. അതുകൊണ്ട് നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പിന്നീട് ബൈജുവും അതുപോലെ തന്നെ നമ്മുടെ രതീഷും കൂടി സംസാരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ നിന്നിട്ട്. രണ്ടുപേരും നല്ല വിഷമത്തിലാണ്. ബൈജു പറയുന്നുണ്ട്, അളിയ രതി അളിയ, നമ്മൾ എന്നെയൊക്കെ ഈ ഒരു കരകയറ്റിയത് ഈ പറയുന്ന കിരൺ അളിയനും അതുപോലെ കല്യാണിയൊക്കെയാണ്. പക്ഷെ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ കാദംബരിയെ കല്യാണം കഴിച്ചെങ്കിലും അന്ന് ഞാൻ KCB-യിലായിരുന്നു. എന്നിട്ട് അന്ന് എനിക്ക് മദ്യപിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ കരപിടിച്ച് കയറ്റിയത് കല്യാണിയും കിരൺ അളിയൻ തന്നെയാണ്, കിരൺ സാർക്ക് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ രതീഷും പറയുന്നുണ്ട്. എന്തായാലും ഇനി ആ ഗംഗയെ വെറുതെ വിടാൻ പാടില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് പറയും. അത് ശരിയാണ് ബൈജു, ഞാനും അതായൊരു മനസ്സോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കിരൺ വരുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് അമ്മയുടെ ആവശ്യം കഴിഞ്ഞ് അതായത് അസ്ഥിപറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി, അതുവരെ ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഗംഗയെ അതുവരെ പോലീസ് നിരീക്ഷിക്കരുത്, നമ്മളുടേതായ രീതിയിൽ ഒരു അന്വേഷണം വേണം. അവൻ എവിടെയുണ്ട്, അവളും ആ സ്റ്റെഫി തന്നെയാണ് അവൻ്റെ വലങ്കയും, അവർ രണ്ടുപേരും എവിടെയുണ്ടെന്ന് കണ്ടെത്തണം, നമുക്ക് എന്നിട്ട് അവരെ പൂട്ടണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ അവനെങ്ങനെ ഇവിടേക്ക് എത്തിയത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, അത് ശരിയാണ്, അവന് എങ്ങനെയാണോ ഇവിടേക്ക് വന്നത്, എന്തായാലും കല്യാണിയുടെ കണ്ണീരിന് ഞാൻ മറുപടി കൊടുത്തിരിക്കും, അത് ഉറപ്പാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ, ഇനി അവൻ ജീവനോട് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ കിരൺ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ രതീഷിനോട് ബൈജു പറയാണ്, കേട്ടോ അളിയൻ നല്ല സ്ട്രോങ് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ബൈജു വേണ്ടത് എന്ന് രതീഷും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്നത്. പ്രകാശൻ ആകെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, വിഷമിച്ചിട്ട്. അപ്പോൾ അവിടെ കാർത്തികയും ലക്ഷ്മിയമ്മയും കാദംബരിയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രകാശൻ പറയാണ്, അതെ എൻ്റെ മകള്, അവളെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ദീപ എന്ന് പറയുന്നവളെ, അവളും എന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ നല്ല സ്നേഹമായിരുന്നു എനിക്ക് ദീപയോട്. പക്ഷേ 2 പെൺകുട്ടികൾക്ക് ജന്മം നൽകിയതിന് ശേഷം അവളെ എനിക്ക് വെറുപ്പായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ അവളെ ഒട്ടും സ്നേഹിച്ചില്ല. ആ സമയത്തൊക്കെ എൻ്റെ മകനായിരുന്നു എനിക്ക്, ഈ ലോകം മുഴുവൻ അവനെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്തിടെയാണ് ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത്, അവളും എന്നെ തിരിച്ച് സ്നേഹിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഇത്ര വേഗം അവൾ പോകുമെന്ന് വിചാരിച്ചില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രകാശം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത്
എൻ്റെ മോളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം, ആരെങ്കിലും. കാദംബരി എന്ന് പറയുന്നുണ്ട്. അച്ഛ എനിക്ക് സാധിക്കില്ല അച്ഛ, കാരണം അവളുടെ അരികിൽ ചെന്ന് നിൽക്കാൻ ഞാൻ എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കുക എന്ന് കാദംബരി ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശേട്ടൻ വിഷമിക്കാതിരിക്കുക, പ്രകാശേട്ടൻ ടെൻഷനൊന്നും അടിക്കേണ്ട എന്നിങ്ങനെ ലക്ഷ്മി അമ്മയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കാരണമാണ്, ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആപത്തുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ലക്ഷ്മിയോട് പ്രകാശം പറയാണ്, കിരണിനോടും കിരണിൻ്റെ അച്ഛനോടും കൂടി ആ ഒരു കാര്യം അവനെ തീർക്കാൻ, ആ ഗംഗയെ തീർക്കാൻ പറഞ്ഞ നേരം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നു കൊലവിളിച്ചേനില്ലേ, എനിക്ക് പറ്റാവുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാശേട്ടാ ഇവരോട് പറഞ്ഞിട്ട് ഇവർ അതനുസരിക്കാതെ വന്നപ്പോൾ ഞാൻ ആശുപത്രിയിലോട്ട് പോയതല്ലേ, പക്ഷെ അവിടെ വെച്ചിട്ടല്ലേ അവനെ കാണാതായത്, അപ്പോഴല്ലേ അവൻ രക്ഷപ്പെട്ട കാര്യം അറിയുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എനിക്കൊന്നിനും വയ്യ, എനിക്ക് എന്തോ ഒരു സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശൻ അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ ദീപേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് നമ്മുടെ പ്രകാശൻ. അങ്ങനെ അതിനുശേഷം നമ്മുടെ കല്യാണിയുടെ അരികിലേക്ക്, കല്യാണിയാണെങ്കിൽ ബെഡിൽ അങ്ങനെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. കല്യാണിയുടെ അരികിലേക്ക് കിരൺ വരുന്നുണ്ട്. കിരണിനെ കണ്ട പാടെ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് കിരണിൻ്റെ തോളിലേക്ക് ചാഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് കല്യാണി. അപ്പോൾ പറയുന്നുണ്ട് കിരൺ, മോള് വിഷമിക്കാതിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും പോകേണ്ടവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ, എന്നാലും അമ്മയ്ക്ക് ഒരു അസുഖം പോലും ഇല്ലായിരുന്നതല്ലോ കിരണേട്ട, അങ്ങനെ പോകേണ്ടവർ അല്ലതായിരുന്നല്ലോ എൻ്റെ അമ്മയെ കൊന്നതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, ആ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല, കല്യാണിയെ ഈ കണ്ണീരിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. എന്നിട്ട് എന്താ കാര്യം, എൻ്റെ അമ്മ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പോൾ ഇല്ല, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കല്യാണിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കിരൺ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ കാർത്തികയും അതുപോലെ ലക്ഷ്മി അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കാർത്തിക് ഒരു കപ്പ് ചായ മറ്റു കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ. മോളിത് കുടിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട അമ്മേ, കല്യാണി കുടിച്ചു എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഒന്നും കുടിച്ചിട്ടില്ല എന്ന് പറയാണ്. കല്യാണിക്ക് അമ്മ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല മോളെ എന്ന് ലക്ഷ്മി അമ്മ മറുപടി പറയുന്നുണ്ട്. അപ്പം നമ്മൾ കാരണമല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നമുക്ക് ഈ നാട്ടിലോട്ട് വരണ്ടായിരുന്നു, വെറുതെ വന്നു, നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് കരുതിയിട്ടാണ്, പക്ഷേ ഇപ്പോൾ അവരുടെ ജീവൻ പോലും ആപത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരും ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ കല്യാണിയുടെ അരികിലേക്ക് കാർത്തികയും അതുപോലെ ലക്ഷ്മിയും കൂടി ചെല്ലുകയാണ്. മോളെ അപ്പോൾ ആ കപ്പ് ചായ കല്യാണിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മോളെ ഒരു ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കും മോളെ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ കാരണമാണ്, ഞങ്ങൾക്ക് അതിൽ നല്ല കുറ്റബോധമുണ്ട്, ഞങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരരുതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനെ നിങ്ങൾ സമാധാനിപ്പിക്കണം, അച്ഛൻ എന്തെങ്കിലും കുടിച്ചോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു, തന്നെയെല്ലാം അവരിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മിയമ്മ കാർത്തികേച്ചിയെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അച്ഛൻ ഈ നാട്ടിലോട്ട് വന്നിട്ട് എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. അതിനുശേഷം എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ രീതിയിലും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലക്ഷ്മി അമ്മയ്ക്ക് വേറൊരു വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രം 22 വയസ്സ് വരെ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.